ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നല്ല ഈസി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പോണെയാണ്. അപ്പോൾ ഞാൻ ഇത് ചായക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീമൊക്കെ തേച്ച് കഴിക്കാം, വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലോട്ട് 4 മുട്ടയുടെ വെള്ള ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ അറിയാതെ മഞ്ഞ വീണുപോയി, അതുകൊണ്ട് ഞാൻ എല്ലാ മഞ്ഞയും കൂടെ ഇട്ടിട്ടാ. എന്നിട്ട് ഞാൻ അതിനെ ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമാണെങ്കിൽ പെട്ടെന്ന് ബീറ്റായി വരും കേട്ടോ. മുട്ടയുടെ മഞ്ഞയും കൂടെ ഇട്ടെങ്കിൽ കുറച്ച് ടൈം പിടിക്കും, ബീറ്റായി വരും, കുറച്ച് ടൈം പിടിക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് ബബിൾസ് വരുമല്ലോ, അതുപോലെ കുറച്ച് ബബിൾസ് വരുമ്പോഴത്തേക്കും നമ്മൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചായി ഇട്ട് കൊടുക്കണം. കുറച്ചായിട്ട് എടുത്തിട്ട് ഈ ഒരു സെക്ഷൻ എത്തുമ്പോൾ വേണം നിങ്ങൾ മുട്ടയുടെ മഞ്ഞ ചേർക്കാൻ. എൻ്റേത് ഞാൻ ആദ്യമേ കുറച്ച് മഞ്ഞ വീണ് പോയിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിച്ചിട്ട് കുറച്ച് ടൈം പിടിക്കുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മുട്ടയുടെ വെള്ളനി പെട്ടെന്ന് അടിച്ചു വരും. എന്നിട്ട് നിങ്ങൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്യണം. കാരണം വെച്ചാൽ ഓയിൽ ഒഴിച്ചിട്ട് കുറേ ബീറ്റ് ചെയ്താലില്ലേ നമ്മുടെ കേക്ക് താന്നു പോകും. എന്നിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 1 പ്രാവശ്യം അരിച്ചാൽ മതി കേട്ടോ, 3 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് നമ്മുടെ ബാറ്ററിലോട്ടിട്ട് പതുക്കെ മിക്സ് ചെയ്യണം കേട്ടോ, കുത്തി ഇളക്കരുതേ. പതുക്കെ മിക്സ് ചെയ്ത് കണ്ട ഈ ഒരു ടെക്സ്ചർ വരുത്തുമ്പോഴത്തേക്കും കുറച്ച് മൊത്തത്തിൽ ഞങ്ങൾ മിക്സ് ചെയ്ത് മാറ്റണ്ട. ഇങ്ങനെ ഈ മിക്സ് ചെയ്തതിനോട് ഒപ്പം തന്നെ നമ്മളൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒപ്പം തന്നെ ഒഴിച്ചോ. നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കണേ, ചൂടും ഉണ്ടാകാൻ പാടില്ല, തണുപ്പും ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഒരു പാൽ ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചിട്ട് കണ്ടാൽ നമ്മുടെ ബാറ്റർ റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു പീച്ച് കളറാണ് കേട്ടോ ബാറ്റർ, വൈറ്റ് കളറല്ല. അപ്പോൾ എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ വന്നേക്കണം കേട്ടോ, സ്പാച്ചിലേക്ക് കിട്ടുന്നില്ല ബാറ്റർ. അപ്പോൾ അതാണ് പൊളി ബാറ്ററി വന്നിട്ടുണ്ട്. നമ്മുടെ ടിന്നൊന്ന് ഗ്രീസ് ചെയ്യുക. ടിന്ന് ഗ്രീസ് ചെയ്താൽ ആദ്യമേ ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മുടെ ഈ ബാറ്ററൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ടിന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഞാൻ അപ്പോഴേ ഗ്രീസ് ചെയ്തതാണ്, നിങ്ങളിപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടിന്നിലോട്ട് ഞാൻ കുക്കറാണ് എടുത്തേക്കുന്നത്. ടിന്നിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് നല്ലോണം എല്ലായിടത്തോടും ആക്കിയിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ സിമ്പിളാണ്. നമ്മുടെ ഒരു സാധാരണ ഒരു വരിയില്ലാത്ത പേപ്പർ എടുത്തിട്ട് അപ്പുറം ഇപ്പുറം ഓയിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഒരു വിസിൽ മാറ്റണം കേട്ടോ. കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് അടിയിലൊരു പാൻ വെച്ചിട്ട് നമ്മുടെ ലോ ഫ്ലെയിം ആക്കി ഒരു 30-35 മിനിറ്റ് വെക്കുക. എന്നിട്ടും വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചാൽ മതി കേട്ടോ. എൻ്റെ ഒരു വെന്തിട്ടുണ്ടായില്ല, അപ്പോൾ ഒരു 40 മിനിറ്റ് വെച്ചപ്പോഴാണ് റെഡി ആയിട്ട്. അപ്പോൾ ഉണ്ട് നല്ല പൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്ററിലോട്ടില്ലേ കുറച്ച് കൊക്കോ പൗഡറും കുറച്ച് ബാറ്റർ എടുത്ത് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ പാലും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോൾ ഒരു ചോക്ലേറ്റ് ബാറ്റർ കിട്ടി. ആ ചോക്ലേറ്റ് ബാറ്റർ ഞാൻ മേളിൽ ഒഴിച്ചേക്കണം കേട്ടോ. അതിൻ്റെ അതുകൊണ്ട് ഡിസൈൻ വന്നേക്കണുണ്ട്. ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചാൽ മതി. കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ബാറ്ററിലോട്ട് കണ്ട ഒരു ഡിസൈൻ വന്നു. അപ്പോൾ അത് നമ്മുടെ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കണം വെന്തായില്ലേന്ന് എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടുള്ള സ്റ്റിക്കിൽ. അപ്പോൾ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ബട്ടർ പേപ്പർ മാറ്റിയപ്പോഴത്തേക്ക് നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ മിക്സ് അടി വരെ എത്തിയിട്ടാ, കരിഞ്ഞതല്ല കേട്ടോ, അടി വരെ എത്തിയണത്. അപ്പോൾ ഉണ്ട് നല്ല പൊളി സോഫ്റ്റ് കേക്ക് ഇട്ട്, എന്ത് സോഫ്റ്റാണ് പൊളി. നോക്കുമ്പോൾ മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല ഹൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ലെവൽ കേക്കായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതിപ്പോൾ എൻ്റെ അനിയനാണ് തിന്നുന്നത് കേട്ടോ. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണത്. നല്ല സോഫ്റ്റ് കണ്ടോ, എന്തോ സോഫ്റ്റാന്ന് നോക്കിയാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടോ കേട്ടോ. ബീറ്റർ ഇല്ലെങ്കിലും നിങ്ങൾ ഡ്രൈ ആയിട്ടൊരു ബൗളും പിന്നെ ഒരു വിസ്കും അടിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ചൂടുണ്ടായിരുന്നു, അവൻ്റെ വാ പൊള്ളിപ്പോയി. അപ്പോൾ നല്ല പൊളി കേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കേക്കിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ.